സോ നിങ്ങൾ ആനിമീസ് ഒക്കെ കണ്ടു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ടോപ്പ് 5 ബെസ്റ്റ് ആനിമീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എത്തിക്കൂടെ നോക്കാം. സോ നിങ്ങൾ ആനിമീസ് ഒക്കെ കാണുന്ന ഒരാളാണ്, നിങ്ങൾ നേരത്തെ തൊട്ട് ആനിമീസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നത്തില്ല. കാരണം ഈ വീഡിയോയ്ക്ക് അതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മിക്ക ആനിമീസിനെ കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. ദിസ് വീഡിയോ ഇസ് ഫുള്ളി മേഡ് ഫോർ ആനിമീസ് പുതുതായിട്ട് കാണുന്ന ബിഗിനേഴ്സിന്. നിങ്ങൾ ഈ ആനിമീസ് ഒക്കെ പുതുതായിട്ട് കണ്ടു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ ഞാൻ ഈ ആനിമീസ് ഒന്നും ഓർഡറിലല്ല പറയുന്നത്, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അവസാനം പറയുന്ന ആനിമി അല്ല ബെസ്റ്റ്, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലാതൊരു രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ആനിമയുടെ പേരാണ് ഡെത്ത് നോട്ട്. സോ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ടൈപ്പ് ഓഫ് ഒരു ആനിമിയാണ്. സോ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ലൈറ്റ് യാഗമയുടെ ഒരു ബുക്ക് വരുന്നു. സോ ആ ബുക്കിന്റെ പേര് ഡെത്ത് നോട്ട് എന്നാണ്. സോ ഈ ഡെത്ത് നോട്ടിന്റെ അതിൽ 6 പേര് എഴുതുന്നു, ആ ആള് മരിച്ചു പോകും. സോ അതാണ് ഈ സീരീസിന്റെ മെയിൻ പ്ലോട്ട്. പിന്നീട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സീരീസിനകത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ തന്നെ വിചാരിച്ചു പോകും സോ ഇതിന്റെ അതിലെ വില്ലൻ ആരാ, ഹീറോ ആരാന്ന്, അങ്ങനത്തെ രീതിയിലാണ് ഈ സീരീസിന്റെ പ്ലോട്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് മാത്രം കണ്ടു നോക്കുക, ബാക്കി നിങ്ങൾ തന്നെ കണ്ടോളൂ, ഞാൻ ഗ്യാരണ്ടി തരുന്നു. സോ ഞാൻ വരെ ആദ്യമായിട്ട് കാണുന്ന ആനിമി ഈ ഡെത്ത് നോട്ടാണ്. സോ ഈ ഡെത്ത് നോട്ട് ഒരു സീസൺ മാത്രമേ ഉള്ളൂ. ആ സീസണിൻ്റെ അകത്ത് 37 എപ്പിസോഡ്സേ ഉള്ളൂ. കാണാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും ഒന്ന് പോയി കാണുക ഡെത്ത് നോട്ട്. സോ നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ആനിമിയുടെ പേരാണ് ഡീമൺ സ്ലെയർ. സോ നിങ്ങൾ അങ്ങനെ ആനിമീസ് ഒന്നും കാണാത്ത ഒരാളാണെങ്കിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഡീമൺ സ്ലെയർ. സോ ഈ ഡീമൺ സ്ലെയറിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഡീമൺസ് ഉണ്ട്, ആ ഡീമൺസിനെ കൊല്ലാൻ വേണ്ടി ഡീമൺ സ്ലെയേഴ്സ് ഉണ്ട്. സോ അതാണ് ഇതിന്റെ സ്റ്റോറി. സോ ഇതിന്റെ സ്റ്റോറി അത്രയ്ക്ക് യൂണീക്ക് അല്ലെങ്കിൽ പോലും ഇതിന്റെ അകത്തിലെ ആനിമേഷൻ ഉണ്ട് മോനെ, വളരെ വിഷയമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇതുവരെ ഇറങ്ങിയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല ആനിമേഷൻ ഉള്ളത് ഡീമൺ സ്ലെയറിലാണ്. സോ നിങ്ങൾ ആനിമി എന്താണെന്ന് അറിയണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ സീരീസ് തന്നെയാണ് ഈ ഡീമൺ സ്ലെയർ. ഇതിലെ ഫൈറ്റ് സീൻസ് ഒക്കെ കൊണ്ട് പോകാൻ വിഷയമാണ്. സോ നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ പേര് താൻജറോ കമാഡോ എന്നാണ്. നമ്മുടെ താൻജറോ കമാഡോന്റെ ഫാമിലി ആണെങ്കിൽ ഒരു ദിവസം ഒരു ഡീമൺ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. സോ ആ അറ്റാക്ക് ചെയ്ത ഡീമിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി നമ്മുടെ താൻജറോ ആണെങ്കിൽ ഒരു ഡീമൺ സ്ലെയർ ആവുന്നു. സോ മെയിൻ പ്ലോട്ട് ആനിമയുടെ ഇതാണ് പോകുന്നത്. സോ ഇതുവരെ ഈ സീരീസിന് ഇറങ്ങിയിട്ടുള്ളത് 4 സീസൺസ് ആണ്. സോ ഇനിയും ഉണ്ട് ഇറങ്ങാൻ, ഇതുവരെ എൻഡ് ആയിട്ടില്ല. സോ നിങ്ങൾ കാണാം. സോ നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ ആനിമയുടെ പേരാണ് ജുജുത്സു കൈസൻ. സോ ഇത് നമ്മുടെ ഡീമൺ സ്ലെയർ ഒക്കെ പോലത്തെ തന്നെ ഒരു സീരീസ് ആണ്. സോ ഇതിൻ്റെ അകത്തിൽ നമ്മുടെ ഡീമൺസിന് പകരം കേഴ്സസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. സോ ഈ കേഴ്സസ് എന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമൻസിനെയൊക്കെ ഇമോഷണൽ വരെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കേഴ്സസ്. ഈ കേഴ്സസിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഹ്യൂമൻസിനെ എല്ലാത്തിനും ഡിസ്ട്രോയ് ചെയ്തിട്ട് ഈ കേഴ്സസ് മാത്രമുള്ള ഒരു ലോകം വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഇതിനെ തടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്, അവരെ പറയുന്നതാണ് ജുജുത്സു സോഴ്സറേഴ്സ്. സോ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് യൂജി ഇത്തദൂരിയാണ്. സോ ഈ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഒരു നോർമൽ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. സോ ആ സമയത്തായിരുന്നു നമ്മുടെ കിങ് ഓഫ് കേഴ്സസ് എന്ന് അറിയപ്പെടുന്ന സുക്കണയുടെ ഒരു ഹോസ്റ്റായിട്ട് മാറുന്നത് നമ്മുടെ പിന്നീട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സീരീസിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഈ സീരീസിനകത്ത് പറച്ചിലൊന്നുമില്ല, അടി ഇടി വെടി പുകയാണ്. സോ ഈ സീരീസിനകത്ത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് 2 സീസണും ഒരു മൂവിയാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിഡിലൻ സീരീസ് തന്നെയാണ് ജുജുത്സു കൈസൻ. സോ നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ ആനിമയുടെ പേരാണ് നറൂട്ടോ. സോ നറൂട്ടോ എന്ന് പറയുന്നത് വളരെയധികം ലെങ്ത് ആയിട്ടുള്ളൊരു സീരീസ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 3 സീരീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ളൊരു സീരീസ് കാണണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റിയ ഒരു സീരീസ് തന്നെയാണ് നറൂട്ടോ. സോ നറൂട്ടോ 2 രീതി സ്പ്ലിറ്റ് ചെയ്താണ് ഇവർ റിലീസ് ആക്കിയിരിക്കുന്നത്, നറൂട്ടോ ആൻഡ് നറൂട്ടോ ഷിപ്ഡൻ. നറൂട്ടോയ്ക്കകത്ത് നറൂട്ടോയുടെ കൊച്ചിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ നറൂട്ടോ ഷിപ്ഡൻ്റെ അകത്ത് നറൂട്ടോ ഒരു ടീനേജർ ആകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. സോ നറൂട്ടോയുടെ വേൾഡ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് നിഞ്ച വേൾഡ് ആണ്. സോ ഈ നിഞ്ചാസ് തമ്മിലുള്ള ഫൈറ്റ് ഒക്കെയാണ് ഈ നറൂട്ടോയ്ക്ക് അത് മെയിനായിട്ട് കാണിക്കുന്നത്. സോ നറൂട്ടോയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു നിഞ്ച ആവണം. എന്ന് വെച്ചാൽ സീരീസിന് അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിഞ്ച എന്ന് പറഞ്ഞാൽ ഹൊക്കാഗെ ആവണം. സോ നറൂട്ടോ എന്ന് പറഞ്ഞത് കുറച്ച് വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. സോ നറൂട്ടോ എങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിഞ്ച ആകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ സീരീസിനകത്ത് മെയിനായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നറൂട്ടോ എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. നറൂട്ടോ ആൻഡ് നറൂട്ടോ ഷിപ്ഡൻ. നറൂട്ടോയ്ക്കകത്ത് 200 എപ്പിസോഡ്സും അതുപോലെ തന്നെ നറൂട്ടോ ഷിപ്ഡൻ്റെ അതിൽ 500 എപ്പിസോഡ്സും ആണ്. രണ്ടും കൂടെ കൗണ്ട് ചെയ്ത് നോക്കാൻ നേരത്തെ 700 എപ്പിസോഡ്സ് ഉണ്ട്. സോ അതിനകത്ത് കുറച്ച് ഫില്ലർ എപ്പിസോഡ്സ് ഉണ്ട്. ഫില്ലർ എപ്പിസോഡ്സ് കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. സോ നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നറൂട്ടോ ഫില്ലർ എപ്പിസോഡ്സ്. സോ നിങ്ങൾക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാത്തതേ ഉള്ളൂ. നിങ്ങൾ നല്ലൊരു സീരീസ് തന്നെയാണ് നറൂട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ആനിമയുടെ പേരാണ് വൺ പീസ്. സോ ഈ വൺ പീസ് എന്ന് പറയുന്നത് ഒരു പൈററ്റ് വേൾഡ് ആണ്. സോ ഈ പൈററ്റ് വേൾഡിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിന് പേര് മങ്കി ദി ലൂഫി എന്നാണ്. സോ നമ്മുടെ ലൂഫിയുടെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരു പൈററ്റ് കിങ് ആകണം. സോ ഈ കിങ് ആകാൻ വേണ്ടി നമ്മുടെ ലൂഫി ആണെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ ലൂഫി ആണെങ്കിൽ ഒരു ട്രഷർ കണ്ടുപിടിക്കണം. ആ ട്രഷറിന്റെ പേരാണ് വൺ പീസ്. സോ ഈ ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി ലൂഫി ആണെങ്കിൽ ഒരു ക്രൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു പൈററ്റ് ക്രൂ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ പിന്നീട് നമ്മുടെ ഈ സീരീസിനകത്ത് കാണിക്കുന്നത് നമ്മുടെ മങ്കി ദി ലൂഫി ദ പൈററ്റ് കിങ് ആകുമോ ആകത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഈ സീരീസിനകത്ത് മൊത്തത്തിൽ 1000 എപ്പിസോഡ്സ് അധികമുണ്ട്. സോ എന്നിട്ട് പോലും ഈ സീരീസ് എൻഡ് ആയിട്ടില്ല. സോ ഇതൊരു കിഡിലൻ സീരീസ് തന്നെയാണ്, നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും പോയി കാണുക. സോ ഈ സീരീസിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ കാണാതൊന്നും വെച്ചിരിക്കരുത്, ബട്ട് നിങ്ങൾ കാണാതെ പോയാൽ ഒരു കിഡിലൻ സീരീസ് ആണ് നിങ്ങൾ മിസ് ചെയ്യാം. സോ ഞാൻ ഈ വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുള്ള 5 കിഡിലൻ ആനിമി സീരീസസ് ബിഗിനർ
ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ കിടിലൻ സീരീസസ് തന്നെയാണ്. സോ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഞാൻ വേണമെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരായിരിക്കും. ടാറ്റാ ബൈ.